ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ മീഷോന്ന് വാങ്ങിച്ച മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ രണ്ടും ഉണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനമാറ്റേ ഉള്ളൂ, ബാക്കിയെല്ലാം മീഷോത്തെയാണ്. അപ്പം അത്ര ഐറ്റംസ് ഇന്ന് പരിചയപ്പെടും, അതായത് അഫോർഡബിൾ റേറ്റിന് കിട്ടിയ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കൊരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇത്തിരി സാധനങ്ങൾ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു, കൈ എടുത്ത് കഴിഞ്ഞാൽ പോകും. അപ്പം നമുക്ക് എന്താ പറയുക, നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഓരോന്നായിട്ട് കാണാൻ വേണ്ടി തുടങ്ങാം. അത് ഞാൻ ഇന്ന് താഴെ ഇറക്കി വെക്കട്ടെ, കാരണം ഇതിൽ പൊട്ടുന്ന സാധനങ്ങളും കൂടി ഉണ്ട്. സോ എല്ലാം ഒന്ന് താഴെ ഇറക്കി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ചില സമയത്ത് ചിലപ്പോൾ എൻ്റെ ഓവർ വോയിസ് ആയിരിക്കും ഉണ്ടാകുക, കാരണം പുറത്ത് നല്ല സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പം സൗണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എൻ്റെ ഓവർ വോയിസ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്കെല്ലാം കാണാം. ഓക്കെ. അപ്പം എൻ്റെ കയ്യിലിപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരൊറ്റൊരു സാധനമാണ് ഇതിൽ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് കാണിക്കാം, എന്നിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബാക്കി ഐറ്റംസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത്, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ ഇതാണ് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ സംഭവം. ഇത് ഓൾറെഡി പക്ഷേ ബാക്കി ഓർഡർ ചെയ്യാനായിരിക്കും. ഇത് നമുക്ക് മസാലപ്പൊടികളൊക്കെ, അതായത് എന്താണ് മഞ്ഞൾ, ഉപ്പ്, ഗരം മസാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ജാറാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വേറൊരു സംഭവമാണ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അത് സ്ക്വയർ കുറിച്ച് കഴിഞ്ഞിട്ട് ആ സ്ക്വയർ ആണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമായത്. പക്ഷെ അത് സാധനം വന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് അടക്കുന്ന സാധനം എന്ന് വെച്ചാൽ അതിന് വരുന്നത് ഒരു ഗ്ലാസ് അല്ല, പൊട്ടാത്ത പോലത്തെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ്, ഷീറ്റ് പോലത്തെ. പക്ഷെ അതിന് അങ്ങനെ ഒരു പൊട്ടിയ പോലെ ഉണ്ടായിന്. ഗ്ലാസ് അല്ല, ഗ്ലാസ്സിൻ്റെ തന്നെ വേറൊരു സാധനം. അപ്പോൾ അത് കുറച്ച് പൊട്ടി സ്ക്രാച്ച് ആയിട്ടാണ് ഉണ്ടായത്, 2 എണ്ണം മാത്രം. പക്ഷെ എനിക്ക് ഭയങ്കര ആ സാധനം ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പൊട്ടിയത് കൊണ്ട് ഞാനത് റിട്ടേൺ ആക്കിയിട്ട് അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു സംഭവം ഇത് 2 ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടുമെന്ന് കണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത് നോക്കി. സംഭവമൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ എനിക്ക് എന്താണ് ഈ ഒരു മൂടാണ് ഇതിന് വരുന്നത് ടോപ്പായിട്ട്, അതായത് ഇങ്ങനെ സംഭവം ഒക്കെ അടിപൊളി തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊന്നും സംഭവം പൊട്ടോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അത് ജാറ് പൊട്ടിയിട്ടുണ്ടായിട്ട് അതിൻ്റെ ടോപ്പ് മാത്രമാണ് 2 എണ്ണം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത്. ഭയങ്കര സങ്കടമായത്. പക്ഷെ മടക്കി കൊടുക്കേണ്ട വേറെ ഒരു വഴിയില്ല. സോ അത് മടക്കി കൊടുത്ത്. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ. 234 രൂപയ്ക്കാണ് ഇതിൻ്റെ 6 എണ്ണമാണ് വരുന്നത് കേട്ടോ. 6 സെറ്റാണ് വരുന്നത്, 6 പീസാണ് ഈ ഒരു ബോക്സ് വരുന്നത്. 234 രൂപക്കാണ് ഗ്ലാസിൻ്റെ ജാറ് 6 എണ്ണം. നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് നോക്കി നോക്കാം, ഗ്ലാസിൻ്റെ ഒരു ജാറിന് തന്നെ നല്ല റേറ്റ് കാണും കേട്ടോ. ഗ്ലാസിൻ്റെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പോലും നല്ല റേറ്റ് ഉണ്ടാവും അത്യാവശ്യം. അപ്പം ഇത് 234-ന് അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ഒന്നും ചെയ്യണമെന്നാണ് വെറുതെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനത്തെ 6 എണ്ണമാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സംഭവം ബാക്കിയെല്ലാം മീഷോയിലത്തെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കാണാം. ഓക്കെ. ഫസ്റ്റ് സാധനം കാണിക്കാം. ഈ ഒരു ഡിസ്പോസിബിൾ ടവൽ, ഇതാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാൻ വാങ്ങിച്ചത് വെറും ഞാൻ നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡിസ്പോസിബിൾ ടവൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ 2 പീസിന് 123 രൂപക്കാണ് വാങ്ങിച്ചിട്ടാണ്. ഞാൻ ഷോപ്പിൽ നമ്മൾ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരു പീസിന് 200 സംതിങ് ആണ് പറഞ്ഞത് റേറ്റ്. അപ്പം ഇതിന് 2 എണ്ണത്തിനാണ് 123 രൂപക്ക് എനിക്ക് കിട്ടിയത്. ഓക്കെ. പക്ഷേ ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ അത് എന്തിൻ്റെ യൂസ് എന്താണ് അങ്ങനെ വ്യത്യാസം എന്ന് എനിക്കറിയില്ല. ഒന്ന് കുറച്ചൊരു സോഫ്റ്റ് സ്ട്രക്ചറും ഒന്ന് കുറച്ച് ഹാർഡ് സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഏതൊരു ഐഡിയ ഇല്ല. പിന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ കേട്ടോ.
ഒരു എന്താണ് സ്ക്രാച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കീറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സാധനം, അടിപൊളി സാധനമാണ്. ഈ ഒരു റേറ്റിന് സൂപ്പർ. നെക്സ്റ്റ് പറയുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേര് നമ്മൾ എന്താ ഫുഡ് സീലിംഗ് ക്ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താണിപ്പം ഇതിന് റേറ്റ് വരുന്നത് 88 രൂപക്കാണ് വാങ്ങിച്ചെന്ന് തോന്നുന്നു എനിക്ക്. അത്ര 98-ൻ്റെ ഉള്ളിൽ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൽ 18 പീസാണ് വരുന്നത്. 18 പീസ് എന്ന് പറയുമ്പം ഓരോന്നും ഓരോ സൈസിലാണ് വരുന്നത്. ഏറ്റവും വലുത്, അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ കുഞ്ഞ് ചെറുത്, അങ്ങനെ 18 പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പൊളിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു മുളക് പൊടി കുഞ്ഞു ഡബ്ബയിലാക്കുകയാണ്. അപ്പോൾ മുളക് പൊടി നമുക്ക് ആ കവറിൽ ബാക്കി വരുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് എന്താ പറയുക ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സാധനം. നമ്മൾ റബ്ബർ ബാൻഡൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ അത് അടങ്ങിയിരുന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സീൽ ചെയ്യുന്ന സാധനമാണ് ഈ ഒരു സംഭവം, ഈ ഒരു ക്ലിപ്പ്. അപ്പം 18 പീസ് എന്തായാലും ഈ റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ എങ്ങനെയാണ് റേറ്റ് എന്ന് എനിക്കറിയാം. ഇതെവിടെയും കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് ഇങ്ങനെ 3 സൈസിലാണ് ഇത് വരുന്നത് കേട്ടോ. മൾട്ടി കളേഴ്സായിട്ടാണ് വരുന്നത്, വലുത്, ചെറുത്, ഏറ്റവും ചെറുത്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് സാധനം കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വെച്ചാൽ ഫ്രിഡ്ജ് കണ്ടെയ്നറാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം വന്നത്. അപ്പോൾ എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ എന്താണ് നമ്മളിപ്പം ഒരു ഉള്ളി മുറിച്ച് നമുക്ക് ബാക്കി വരാമെന്ന് വിചാരിക്കാം. അത്ര ഉള്ളി വേണ്ട. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഫ്രിഡ്ജിൻ്റെ ഒരു മൂലക്ക് ഇങ്ങനെ കൊണ്ടിടും. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ നമുക്ക് കറിവേപ്പില അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ബോക്സ് നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തിട്ട് അതിന് വരുന്ന വലിയ ബോക്സ് ഉണ്ട്, അത് നമുക്ക് വേറെ എന്തെങ്കിലും യൂസിന് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് മറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ ബോക്സ് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് യൂസ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് സംഭവം വന്നിട്ടുള്ളത്. ഇതിനാണിപ്പം റേറ്റ് വെച്ചാൽ 107 രൂപക്കാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട്. ആ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റാണത്. നല്ല സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണെങ്കിൽ കുറച്ച് ചെറിയ മിസ്റ്റേക്കൊക്കെ ഇതിലുണ്ടായിന്. പിന്നെ ഞാൻ റിട്ടേൺ കൊടുക്കാൻ നിന്നിട്ടില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ടീ കോഫി കണ്ടെയ്നറാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതാണ് സംഭവം വരുന്നത്. ബ്ലാക്കും ഒരു എന്താ പറയുക ചെമ്പിൻ്റെ കളറില്ലേ, ആ ഒരു കളറാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് സാധനം. ഫ്രണ്ട് ക്യാമറ എടുക്കുന്നുണ്ട്, ലെറ്റർ ഓപ്പോസിറ്റേക്കും കാണുന്നുണ്ട് തലയിച്ചിട്ട്. അപ്പം ഇതാണ് സംഭവം. ഇത് 3 പീസ് വരുന്നത്, വലുത്, ചെറുത് അങ്ങനെയാണ് 3 വരുന്നത്. ഏറ്റവും വലുത് ഷുഗറിൻ്റെ. അപ്പോൾ ഇതിന് 3 പീസിന് വരുന്നത് 518-നാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റിയിലെ മെറ്റീരിയലാണ്. പിന്നെ ഇതൊക്കെ കൈകൊണ്ട് വെള്ളം കൊണ്ട് കഴിയുമ്പോൾ പോകുമെന്ന് എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല, അറിയില്ല എങ്ങനെയാണ്. ഇവിടെ തന്നെ ചെറിയൊരു സ്ക്രാച്ച് വീണതാണ്. ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാവുമ്പോൾ നമ്മളങ്ങനെ ചായപ്പൊടിയും പഞ്ചസാരല്ലേ, മറ്റേ പൊടികൾ ഇടുന്ന പോലെ അങ്ങനെ ഉള്ളിൽ അങ്ങനെ കളറാകുന്ന ഐറ്റംസ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ വലിപ്പം വരുന്നത് കേട്ടോ. ഷുഗറിൻ്റെത് അത്യാവശ്യം ഒരു ചൂണ്ടുവിരലിൻ്റെ അത്ര ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുത് തന്നെയാണ്. ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പീസ് വരുന്നത് ഇതിൻ്റെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചായപ്പൊടി ഇടാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇതിനിപ്പോൾ ഡെയിലി തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ കളർ മായുമെന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ തൊടാൻ ക്വാളിറ്റി നല്ല സാധനമാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് സംഭവം. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ കോഫിൻ്റെ അവർ കോഫിന്നിൽ പ്രിൻ്റ് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അതൊക്കെ ഭയങ്കര സങ്കടമായി. കോഫിന്നില്ല ഇത് എഴുതിയിട്ട് അതൊക്കെ ഭയങ്കര സങ്കടമായി. പക്ഷേ റിട്ടേൺ അടിച്ചാൽ പിന്നെ എനിക്ക് ഈ സാധനം ഇപ്പോൾ കിട്ടൂല ആദ്യം ഓർഡർ ചെയ്തേന്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി. ഞാൻ വൈകുന്നേരം കൊണ്ടാവട്ടും കോഫിന്ന് എഴുതി പോട്ടെ വിചാരിച്ചേട്ടോ. ഓക്കെ,
എല്ലാത്തിനുള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് വരുന്നത്. അങ്ങനെ കേട്ടോ, വലുത് അതിൻ്റെ കുറച്ച് വലുത് നല്ലോണം അങ്ങനെയാണ് വരുന്നത്. അടിപൊളി കളറുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മളെ ഓയിൽ ഒഴിച്ച് വെക്കുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ, ആ സംഭവം. അപ്പോൾ നമുക്ക് ഒരു ഓയിലിൻ്റെ ബോട്ടിൽ കാണാം. അപ്പം ഞാനിവിടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നും കാണാൻ വേണ്ടി പിന്നെയും കുറച്ച് രസമുണ്ടായ ഒരു ഗ്ലാസിൻ്റെ ആയിരിക്കും. എണ്ണയാണ്, പൊട്ടും ചിലപ്പം പറയാൻ പറ്റില്ല. അപ്പം ഇതിൽ ഇങ്ങനെ ഒരു ടോപ്പ് വരും, ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ 2 എണ്ണം. ഓക്കെ, ഇതാണ് നമ്മളെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് വെച്ചാൽ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് ബോക്സ് തന്നെയാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. 6 പീസ് വരുന്നില്ല. അതും ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, ചില ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതും കൂടി ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം. അതെങ്ങനെയാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് 6 എണ്ണമാണ് വരുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് ഒരു സാധനം കൊണ്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു കുഞ്ഞു ട്രേ പോലത്തെ ഒരു സംഭവം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതാണ് അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ വരുന്നുണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മുകളിൽ നിൽക്കാണ്ട് അടിയിലേക്ക് ആ സാധനം ഫ്രഷ് ആയിട്ട് കുറച്ച് സൂക്ഷിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും തോന്നുന്നു. കാരണം വെള്ളം അതിൽ തങ്ങി നിൽക്കുമ്പോഴാണല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മോശമാണ്. അപ്പോൾ അടിയിൽ പോയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് നമുക്കിപ്പം കക്കിരി, ക്യാരറ്റ്, അതുപോലെ ഇപ്പം ക്യാബേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പീസാക്കി അങ്ങനെയൊക്കെ ഐറ്റംസ് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ നോമ്പൊക്കെ വരുന്നതല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യൂലേ, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്കിപ്പം എന്തിനു യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പം ഈ കോളിഫ്ലവർ പോലത്തെ സാധനങ്ങൾ, അപ്പം കോളിഫ്ലവറൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. രണ്ടർക്കൊക്കെ കോളിഫ്ലവർ ഇപ്പം മീനാണെങ്കിലും കോയാണെങ്കിൽ കഴുകിയിട്ട് നമുക്ക് വെള്ളം, നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മളെ അരിപ്പയിൽ തന്നെയാണ് നമ്മളത് എന്താ പറയുക, അതിനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കാം. മറ്റേ സ്റ്റീലിൻ്റെ അരിപ്പയിലും വെക്കുന്നുണ്ടെങ്കിലും ഇതും കുറച്ച് അത്യാവശ്യം. ഇത് കുറച്ച് ചെറുതായിപ്പോയി, ഞാൻ റിട്ടേണൊന്നും ചെയ്തിട്ട, കാരണം ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇനി 90 രൂപ, 98 ഉണ്ടോയെന്ന് അറിയില്ല, അത്ര റേറ്റും വരുന്നില്ല. പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇവിടുത്തെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് കഴുകിയിട്ട് വെള്ളയുടെ കുറച്ച് ഹോൾസ് ഉണ്ട്, അപ്പോൾ അതിലിങ്ങനെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റും. വെള്ളം കളയാം അങ്ങനെ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഫോണിൽ നോക്കണം. അങ്ങനെ എന്താ വരുന്നത്, 98 രൂപ മറ്റാണ് വരുന്നത് കേട്ടോ. അപ്പം ഏകദേശം ഇന്നത്തെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു. പിന്നെ ഒരു ഐറ്റം കൂടി വരാണ്ട്, ഒരു 12 പീസ്, അതിന് 485 അങ്ങനെയാണ് വരുന്നത്. കണ്ടെയ്നർ തന്നെയാണ്, അത്യാവശ്യം ഇത്ര വലുപ്പം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു സാധനം മാത്രമാണ് ഇപ്പോൾ എത്താൻ ബാക്കിയുള്ളത്. അപ്പം അതും കൂടി ഇപ്പോൾ ഇതാ ഗൈസ്, ഞാൻ പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് കാണാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിതായത് ഇപ്പോൾ കുറച്ച് നേരത്തെ എത്തിയതേ ഉള്ളൂ കേട്ടോ. നമുക്കെല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റ് വെച്ചാൽ 485 രൂപയാണ് കേട്ടോ. 485-ന് 12 പീസാണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ കണ്ടെയ്നേഴ്സിനൊന്നും സ്പൂൺ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ സ്പൂണൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. പക്ഷേ നല്ല
ലിഡും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പം 455 എനിക്ക് നല്ല അഫോർഡബിൾ ആണെന്നാണ് ഇത് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ കിട്ടും പ്ലാസ്റ്റിക് ഇതുപോലത്തെ മറ്റേ എന്താണ് 150 രൂപക്ക് 3 അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം നമുക്ക് ഈ ഒരു മോഡൽ നമ്മുടെ നാട്ടിൽ എനിക്ക് പൊതുവെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. മറ്റേ ആ തിരിപ്പുള്ളത് എന്താണ് പ്രിൻ്റുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പം ഇതെനിക്ക് ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്പൂൺ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ 12 പീസാണ് വരുന്നത് ഗൈസ്. അടിപൊളി സാധനം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീഷോ പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ബൈ.